മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് പല മാതാപിതാക്കളും. അവരുടെ പഠനം, ജോലി, കുടുംബജീവിതം, അങ്ങനെ ഓരോരുത്തർക്കും വലിയ വലിയ പ്രതീക്ഷകൾ കാണും. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മകനോ മകളോ ഒരു പ്രണയക്കുരുക്കിൽപ്പെട്ടാലോ അതൊരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല. അതൊരു പക്ഷേ അവരുടെ മനസ്സിൽ വലിയ പകയും വിദ്വേഷവും സങ്കടവും ഒക്കെയായി മാറാം. തിരുവനന്തപുരം വെഞ്ഞാറുമുട്ടിൽ അച്ഛനെയും അമ്മയും ധിക്കരിച്ച് പ്രണയിച്ച യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയ ഒരു യുവതി, അതിൻ്റെ പകയിൽ മകളുടെ കാമുകനെ ടിപ്പറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ്. ആ വാർത്തയാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. മക്കളെ വളർത്തി വലുതാക്കാൻ നമ്മുടെ നാട്ടിലെ ഓരോ മാതാപിതാക്കളും എത്ര കഷ്ടപ്പെടുന്നുണ്ടാകും. എന്നാൽ അവർ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ, മക്കൾ ഈ കൗമാര പ്രായത്തിലെത്തുമ്പോൾ മാതാപിതാക്കളെ ധിക്കരിച്ച് പല കെണികളിലും വീഴാം. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ പ്രണയക്കെണി. സ്വന്തം മകൾ ഒരു പ്രണയക്കുരുക്കിൽപ്പെട്ടാൽ അതൊരു അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നതല്ല. ഒരു പക്ഷേ അത് അവരുടെ മനസ്സിൽ പകയും വിദ്വേഷവും സങ്കടവും ഒക്കെയായി മാറാം. തിരുവനന്തപുരം വെഞ്ഞാറുമുട്ടിൽ മകളെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയ യുവാവിനെ പിതാവ് ടിപ്പറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വെമ്പായം സ്വദേശി ജോണിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-ന് പിരപ്പൻകോട് കൊപ്പം CSI പള്ളിക്ക് സമീപമായിരുന്നു കൊലപാതക ശ്രമം. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: പ്രതി ജോണിന്റെ മകളുമായി വെമ്പായം വേറ്റിനാട് സ്വദേശിയായ യുവാവ് പ്രണയത്തിലായിരുന്നു. തുടർന്ന് പെൺകുട്ടി പിതാവിന്റെ എതിർപ്പ് അവഗണിച്ച് യുവാവിനൊപ്പം ഇറങ്ങിപ്പോയി. ഇതിന്റെ വൈരാഗ്യത്തിൽ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകാനായി മാരുതി കാറിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ച യുവാവിനെ ജോൺ ടിപ്പർ ലോറി കൊണ്ട് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരുക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നട്ടെല്ലിന് പരുക്കേൽക്കുകയും ഒരു കാലിന് ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്ത യുവാവ് ചികിത്സയിൽ തുടരുകയാണ്. പരാതിയെ തുടർന്ന് വധശ്രമത്തിന് കേസെടുത്താണ് വെഞ്ഞാറമൂട് പോലീസ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ പോലും അറപ്പ് തോന്നുകയാണ്. സ്വന്തം മകളെ കാമുകന് മുന്നിൽ കാഴ്ചവെച്ച വെറുക്കപ്പെട്ട ജന്മം. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് 14-കാരിയെ അമ്മയുടെ ഒത്താശയോടെ ആൺസുഹൃത്ത് ലൈംഗികമായി ചൂഷണം ചെയ്തത്. കേസിൽ അമ്മയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഷാഫിയും കാമുകിയുമാണ് പിടിയിലായത്. പെൺകുട്ടി പലതവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചന. പെരിന്തൽമണ്ണയിൽ 14 വയസ്സുള്ള മകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ സുഹൃത്തിന് ഒത്താശ ചെയ്ത അമ്മയെയും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെയും പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന 34-കാരനും ഇയാളുടെ പെൺസുഹൃത്തായ 45-കാരിയുമാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു റെസിഡൻസിയിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് ഷാഫിക്ക് ഒത്താശ ചെയ്തത് അമ്മയായിരുന്നെന്നും പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ സ്കൂൾ അവധിക്കാലത്താണ് പീഡനം നടന്നത്. പ്രതി ഷാഫിയുടെ സുഹൃത്തായ 45-കാരി വഴിയാണ് ഷാഫി പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. തുടർന്ന് കഴിഞ്ഞ സ്കൂൾ അവധിക്കാലത്ത് ഷവർമ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണയിലെ ഒരു റെസിഡൻസിയിലെത്തിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. പെൺകുട്ടിയെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. സ്വന്തം അമ്മയെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അതൊരു മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അമ്മയെ മോശമായ രീതിയിൽ കണ്ടാലോ അതിന് കാരണക്കാരനായ വ്യക്തിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. തിരുവനന്തപുരം കോവളം സ്വദേശി രാജീവ്
അതിൻ്റെ പകയിൽ നടത്തിയ കൊലപാതകം. അയൽവാസിയായ രാജേന്ദ്രനെ രാജീവ് കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന സംശയത്തിലാണ്. കേസിൽ പ്രതി രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 17-നാണ് രാജേന്ദ്രനെ സഹോദരിയുടെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിന് സംഭവിച്ച ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് ഫോറൻസിക് ഡോക്ടർ പോലീസിനെ അറിയിച്ചു. ഇതേ തുടർന്നാണ് കോവളം പോലീസ് അയൽവാസിയായ രാജീവിനെ ചോദ്യം ചെയ്തത്. ആദ്യം കുറ്റസമ്മതം നടത്താത്ത പ്രതി തെളിവുകൾ നിരത്തിയപ്പോൾ കുറ്റസമ്മതം നടത്തി. ഇയാളുടെ അമ്മ ഓമനയും രാജേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകമെന്ന് പ്രതി മൊഴി നൽകി. രാജീവ് അത് സംബന്ധിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടുള്ള ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് ചോദിച്ച സമയത്ത് അവിടെ ആദ്യം കുറച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് വ്യത്യാസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷനും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അദ്ദേഹം സംബന്ധിച്ചു ആ ദിവസം 14-ാം തീയതി രാത്രി നടന്ന സ്കഫൽ സമയത്ത് ഉണ്ടാവാതെ മുഴുവൻ. രാജീവിന്റെ അമ്മയ്ക്ക് മദ്യവിൽപ്പനയുണ്ടായിരുന്നു. മദ്യം വാങ്ങാൻ രാജേന്ദ്രൻ വീട്ടിൽ വരുമായിരുന്നുവെന്നും അമ്മയുമായുള്ള ബന്ധത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും രാജീവ് പോലീസിനോട് പറഞ്ഞു. കൊലപാതക ദിവസം പകൽ മദ്യം വാങ്ങാനെത്തിയ രാജേന്ദ്രൻ രാജീവിന്റെ അമ്മയെ ഉപദ്രവിച്ചിരുന്നു. രാത്രിയിൽ ടെറസിൽ കയറിയപ്പോൾ തൊട്ടടുത്ത വീടിന്റെ ടെറസിൽ രാജേന്ദ്രൻ നിൽക്കുന്നത് രാജീവ് കണ്ടു. പിന്നീട് അവിടെയെത്തി രാജേന്ദ്രനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞാണ് സഹോദരി രാജേന്ദ്രനെ തിരക്കുന്നതും വീടിന് മുകളിൽ മൃതദേഹം കണ്ടെത്തുന്നതും. രാജേന്ദ്രനെ കഴുത്തു ഞെരിച്ച് കൊന്ന ശേഷം രാജീവ് ശബരിമലയിൽ പോരുന്നതായും പോലീസ് പറയുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ബാലരാമപുരത്തെ ദേവേന്ദുവിനെ എന്തിനാണ് അവളുടെ അമ്മയും അമ്മാവനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്? പ്രതികളായ ശ്രീധുവിൻ്റെയും ഹരികുമാറിൻ്റെയും വഴിവിട്ട ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായതാണോ കാരണമായത്? ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പ്രതികൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. നെയ്യാറ്റിൻകര കോടതിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. മുഖ്യപ്രതി ഹരികുമാറിനെയും രണ്ടാം പ്രതിയും ഇയാളുടെ സഹോദരിയുമായ ശ്രീധുവിനെയും 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീധുവിന്റെ അറിവോടെയാണ് ഹരികുമാർ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ മറ്റു പ്രേരണകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ശ്രീധുവും ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും ഇതിന് കുഞ്ഞു തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതിയുടെ അനുമതി തേടിയിരുന്നെങ്കിലും ശ്രീധു വിസമ്മതിച്ചു. ശ്രീധു കുറേക്കാലമായി ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങി സഹോദരനും അമ്മയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത്. കുഞ്ഞിന്റെ DNA പരിശോധനാ ഫലം ശ്രീധുവിന്റെ ഭർത്താവുമായി പൊരുത്തപ്പെടുന്നില്ല. ഹരികുമാറിന്റെ DNAയുമായി പരിശോധിച്ചെങ്കിലും അതും യോജിക്കുന്നില്ലെന്ന് കണ്ടെത്തി. മറ്റൊരു ബന്ധത്തിലെ കുട്ടിയാണെന്നതും കൊലപാതകത്തിന് കാരണമായേക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു. ഒരു ഓട്ടോ ഡ്രൈവറാണ് കുട്ടിയുടെ അച്ഛനെന്ന് ശ്രീധു പലരോടും നേരത്തെ പറഞ്ഞിരുന്നതായാണ് സൂചന. ഇത് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള തന്ത്രമാണെന്നാണ് ബന്ധുക്കൾ കരുതിയിരുന്നത്. പോലീസിന്റെ നിർണായകമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ശ്രീധു മൗനം തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമാകും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ നടന്ന 5 സ്ത്രീകളുടെ കൊലപാതകം, അതിൽ ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ കേസിൽ സത്യം ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അവിടെ തെളിവുകളുടെ ചില അഭാവമാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടന്ന തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലും പ്രതി നൽകിയ മൊഴികൾ പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും.
30 വൈകിട്ട് 4 വരെ കസ്റ്റഡി കാലാവധി നിലനിൽക്കെയാണ് ക്രൈംബ്രാഞ്ച് ഒരു ദിവസം മുന്നേ തന്നെ സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ ദിവസം പള്ളിപ്പുറത്തെ വീട്ടിലടക്കം തെളിവെടുപ്പ് നടത്തിയിരുന്നു. വീട്ടിലിട്ട് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ മുറിച്ച് വീടിന്റെ പിൻഭാഗത്ത് കുഴിച്ചുമൂടുകയും പിന്നീടെടുത്ത് കത്തിക്കുകയും ചെയ്തെന്നാണ് സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതമൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2017 ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുന്നതും സെബാസ്റ്റ്യൻ അറസ്റ്റിലാകുന്നതും. 2013 ബിന്ദുവിന്റെ ഭൂമി മുഴുവൻ വിറ്റ് സാമ്പത്തിക നേട്ടം കൈവരിച്ച സെബാസ്റ്റ്യൻ മികച്ച അഭിഭാഷകരെ ഉൾപ്പെടെ തനിക്കായി നിയോഗിച്ചിട്ടുണ്ട്. ബിന്ദു കേസിൽ റിമാൻഡിലേക്ക് പോകുന്ന ഇയാളെ ഐഷ കേസിൽ കൂടി പ്രതി ചേർത്ത് ചേർത്തല പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യും. അതിക്രൂരനായ കുറ്റവാളി എന്നാണ് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുന്നത്. ദിവസങ്ങളോളം ഉറക്കം നിന്നാലും സെബാസ്റ്റ്യന്റെ മാനസിക നിലയെ അത് ബാധിക്കുന്നില്ല. കൈകൾ ഉയർത്തി നിൽക്കുക ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യൽ രീതികൾ മണിക്കൂറുകൾ തുടർന്നിട്ടും തളർച്ച ബാധിക്കുന്നേയില്ല എന്നത് അന്വേഷണ സംഘത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഇമചിമ്മാത്ത അതിക്രൂരനായ കുറ്റവാളിയെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഹിപ്നോട്ടിസം അടക്കമുള്ള മാർഗങ്ങൾ നോക്കിയെങ്കിലും കണ്ണടക്കാൻ പറയുന്ന സമയത്ത് തുടയിൽ വിരൽ കൊണ്ട് നിരന്തരം തട്ടി ഉപബോധ മനസ്സിനെ ഉണർത്തുന്ന സെബാസ്റ്റ്യനെയാണ് അന്വേഷണ സംഘം കണ്ടത്. ഹിപ്നോട്ടിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയകരമല്ലായിരുന്നു. ചേർത്തല കോടതിയാണ് റിമാൻഡ് ചെയ്തതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സ നൽകാനാണ് വിയ്യൂരിലേക്ക് അയച്ചിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവ്. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കി. കേസിൽ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും. കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ സതീഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൊലപാതകത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് കണ്ട കോടതി കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കി. എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകളും നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷൻ ചുമത്താത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിച്ചു. അതിലൂടെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തിയാണ് സതീഷിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നത്. കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതോടെയാണ് സതീഷ് ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിയത്. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനായി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത്. ജൂലൈ 19 തേവലക്കര സ്വദേശി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ അതുല്യയെ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ വീഡിയോകളും പുറത്തുവന്നിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ സതീഷിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയുടെ മൊബൈൽ ഫോൺ വിവരങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിലെ പല ഹോട്ടലുകളിലും ഇപ്പോൾ ഇതര സംസ്ഥാനക്കാരാണ് ജോലിക്ക് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ഭാഷ അറിയില്ലാത്തവരെ ജോലിക്ക് നിർത്തിയാൽ ഹോട്ടൽ ഉടമകൾ തന്നെ പണി വാങ്ങേണ്ടി വരും. കോട്ടയം ഏറ്റുമാനൂരിൽ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് നൽകിയില്ലെന്ന് പറഞ്ഞുള്ള തർക്കം വലിയ സംഘർഷത്തിൽ കലാശിച്ചു. എന്നാൽ ഇരു കൂട്ടർക്കും
പരാതിയില്ലാത്തതിനാൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ഏറ്റുമാനൂർ നഗരത്തിലെ ഹോട്ടലിലാണ് സംഭവം. ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തിരുവഞ്ചൂർ സ്വദേശിയായ നിതിനാണ് ഹോട്ടൽ തൊഴിലാളി മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വന്നത്. പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമായിരുന്നു നിതിൻ ആവശ്യപ്പെട്ടത്. ചെസ്റ്റ് പീസ് തന്നെ നൽകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ലെഗ് പീസാണ് ആദ്യം നൽകിയത്. ഇത് ചൂണ്ടിക്കാട്ടിയതോടെ ലെഗ് പീസ് മാറ്റി വിങ്സ് പീസാണ് നൽകിയത്. വീണ്ടും ഇത് ചോദിച്ചതോടെയാണ് വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് തൊഴിലാളി പറഞ്ഞതായി നിതിൻ പറയുന്നു. ഇവനോട് ഞാൻ ചോദിച്ചു, ഇതുണ്ട്, ഞാൻ ചെസ്റ്റ് പീസ് പറഞ്ഞിട്ട് നീ എനിക്ക് ഈ ഇതാണല്ലോ, കൈയാണല്ലോ കൊണ്ടു തന്നേക്കുന്നത്, ചിറകാണല്ലോ കൊണ്ടു തന്നേക്കുന്നത്, ഇതെന്നാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഇവന്റെ സ്പോട്ടിലുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്നെ വർത്താനം പറഞ്ഞു, ഞാൻ നിനക്ക് പൈസ തന്നിട്ടല്ലേ കഴിക്കുന്നേ, ഞാൻ വെറുതെ അല്ല കഴിക്കുന്നേ എന്ന് ചോദിച്ചോളൂ. അന്നേരത്തേക്കും ഇവൻ കയറി ഒരു കാര്യം കാരണമൊന്നുമില്ല, വേറെ കാരണങ്ങളൊന്നുമില്ല, ഞാൻ ഇവനെ വേറെ അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ വിളിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു, ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. അന്നേരത്തേക്ക് ഇവൻ എന്നെ കയറി ഇടിക്കുമായിരുന്നു. ഇടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത്തെ സൈഡിൽ പ്രിയത്തിൻ്റെ മേളിലായിട്ട് ഇവനെ ഇടിച്ച് എൻ്റെ നെറ്റിയൊക്കെ പൊട്ടിച്ച് ഞാനിപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. അവിടെ പോയി മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. താൻ പണം നൽകിയിട്ടല്ലേ കഴിക്കുന്നതെന്ന് ചോദിച്ചതോടെ ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളി തന്നെ മർദ്ദിച്ചുവെന്നാണ് നിതിന്റെ പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അടിപിടിയുണ്ടായ ഉടൻ തന്നെ തൊഴിലാളി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. ഇരുപക്ഷവും പരാതിയില്ലെന്ന നിലപാടിൽ കേസ് ഒത്തുതീർപ്പായതായി ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോട്ടയം. നാട്ടുമ്പുറങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ കാണികളും കളിക്കാരും തമ്മിൽ ചിലപ്പോൾ ചെറിയ വാക്കുതർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ പാലക്കാട് പുതുപ്പെരിയാരത്ത് ഫുട്ബോൾ മത്സരത്തിന് ശേഷം, അതായത് മത്സരത്തിൻ്റെ സമ്മാനദാനത്തിനിടെയാണ് തർക്കവും സംഘർഷവും ഉണ്ടായത്. പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ പോലീസ് അക്രമികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പുതുപ്പരിയാരം മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിൽ നടന്ന കേരളോത്സവത്തിൽ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിലെ സമ്മാന വിതരണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് കയ്യാങ്കളി ഉണ്ടായത്. പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റിനും 2 പഞ്ചായത്ത് അംഗങ്ങൾക്കും നേരെ കയ്യേറ്റമുണ്ടായി. ചില മത്സരാർത്ഥികളും കളി കാണാൻ വന്നവരും ചേർന്നാണ് തന്നെ തള്ളിയിടുകയും മർദ്ദിക്കുകയും ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PR ബിന്ദു പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ, അജിത എന്നിവർക്കും ആക്രമണം തടയാൻ ചെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡ്രൈവർ ശശീന്ദ്രനും മർദ്ദനമേറ്റു. സ്റ്റേജിന്റെ മുകളിലേക്ക് കയറി വന്ന് ഞങ്ങളെ എല്ലാവരെയും എന്നെ അടക്കം എന്നെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മളുടെ മെമ്പർമാരെല്ലാവരും കൂടി, അതുകൊണ്ടാണ് എനിക്ക് അധികം ഒന്നും സംഭവിക്കാതിരുന്നത്. എൻ്റെ കഴുത്ത് പിടിച്ച് എന്നെ വേണ്ടി തള്ളാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡ്രൈവർ വന്ന് പിടിച്ചു. അത് ഡ്രൈവറെ തല്ലുന്നത് കണ്ടപ്പോൾ ഗംഗാധരേട്ട മെമ്പർ വന്നു. ആ ഗംഗാധരേട്ട മെമ്പറേയും ചവിട്ടി താഴേക്കായി. വലിയ ആക്ഷേപം നടന്നു. ജാതി പേര് വിളിച്ചിട്ട് വളരെ രൂക്ഷമായ രീതിയിലാണ് സംസാരിച്ചത്. ചെറുമനും ചെറുമിയും വലിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ചത്. അത്രയും ഭീകരമായിരുന്നു. ഇതുപോലെ അനാവശ്യം, വളരെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനാവശ്യം പറഞ്ഞത്. കയ്യിൽ പരിക്കേറ്റ പഞ്ചായത്ത് പ്രസിഡന്റിനും മർദ്ദനമേറ്റ പഞ്ചായത്ത് അംഗങ്ങളും ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. ഫുട്ബോൾ ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു സ്ട്രൈക്കേഴ്സ് ക്ലബ്ബിലെ ചില മത്സരാർത്ഥികളും സുഹൃത്തുക്കളും തർക്കമുണ്ടാക്കിയത്. കേരളോത്സവത്തിലെ എല്ലാ കലാകായിക മത്സരങ്ങളുടെയും സമ്മാന വിതരണം തിങ്കളാഴ്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുമെന്ന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവരെ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാതെയാണ് സംഘർഷമുണ്ടാക്കിയത്. ക്യാമ്പിലുണ്ടായിരുന്ന പോലീസുകാർ ചേർന്നാണ് ഇവരെ പിടിച്ചുമാറ്റിയത്. പ്രസിഡന്റിന്റെ പരാതിയിൽ ഹേമാംബിക നഗർ പോലീസ് കേസെടുത്തു.
ന്യൂസ് 18 പാലക്കാട്. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക്, പ്രത്യേകിച്ചും തീവ്രവാദികൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. IS റിക്രൂട്ട്മെന്റ് കേസിൽ 2 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച ദിവസമാണിത്. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസ്റുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർക്കാണ് കൊച്ചി NIA കോടതി 8 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചത്. 2022 കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളാണ് ഇരുവരും. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും യുവാക്കളെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തുവെന്ന കേസിലാണ് നടപടി. സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും IS റിക്രൂട്ട്മെന്റ് നടത്തുകയും ചെയ്തുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2019 കേസ് രജിസ്റ്റർ ചെയ്തത്. തമിഴ്നാട്ടിൽ IS പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയതിൽ പ്രതികൾക്ക് മുഖ്യ പങ്കാളിത്തമുണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. കേസിലെ 1-ാം പ്രതി മുഹമ്മദ് അസ്റുദ്ദീൻ, 2-ാം പ്രതി ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെ 8 വർഷത്തെ കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 വകുപ്പുകളിലും 8 വർഷം വീതം പ്രതികൾക്ക് ശിക്ഷയുണ്ടെങ്കിലും ഇവ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ജയിലിൽ കിടന്ന കാലയളവും ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്ത് നൽകും. മുഹമ്മദ് അസ്റുദ്ദീനും ഷെയ്ഖ് ഹിദായത്തുള്ളയും 2022 കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളാണ്. സ്ഫോടനത്തിൽ ചാവേറായ ജാമിഷ മുബീന്റെ കൂട്ടാളികളാണ് മുഹമ്മദ് അസ്റുദ്ദീനും ഷെയ്ഖ് ഹിദായത്തുള്ളയുമെന്ന് NIA കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. PSC പരീക്ഷയ്ക്ക് കോപ്പിയടിക്കാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഒളിക്യാമറയും. ഷർട്ടിൻ്റെ കോളറിൽ ഘടിപ്പിച്ച ക്യാമറയിലൂടെ സുഹൃത്തിന് ചോദ്യങ്ങൾ കൈമാറും. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി സുഹൃത്ത് ഉത്തരങ്ങൾ കൂട്ടുകാരന് അയച്ചു കൊടുക്കുകയും ചെയ്യും. കണ്ണൂരിലാണ് ഈ വിചിത്രമായ കോപ്പിയടി നടന്നത്. കേസിൽ PSC പരീക്ഷ എഴുതാനെത്തിയ ഉദ്യോഗാർത്ഥിയെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെയാണ് അതിവിദഗ്ധമായ രീതിയിലുള്ള കോപ്പിയടിക്ക് ശ്രമമുണ്ടായത്. ഷർട്ടിന്റെ കോളറിൽ മൈക്രോ ക്യാമറ ഘടിപ്പിച്ച് ചോദ്യക്കടലാസിന്റെ ദൃശ്യം പുറത്തെത്തിച്ച് ബ്ലൂടൂത്ത് വഴി ഉത്തരങ്ങൾ കേട്ടെഴുതുമ്പോഴേക്കും വിജിലൻസ് സംഘം സ്ഥലത്തെത്തി. PSC വിജിലൻസ് സംഘത്തെ കണ്ട് പയ്യാമ്പലം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിയോടിയ സഹദിനെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് സഹദിനെ കോപ്പിയടിക്കാൻ സഹായിച്ച പെരളശ്ശേരി സ്വദേശി സബീലിനെയും കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈടെക് കോപ്പിയടിക്കായിരുന്നു സഹദിന്റെ ശ്രമം. ക്യാമറയിലൂടെ ചോദ്യപേപ്പർ പകർത്തി സുഹൃത്തിന് അയച്ചു കൊടുത്ത് ഹെഡ്സെറ്റിലൂടെ ഉത്തരങ്ങൾ കൈപ്പറ്റി പരീക്ഷ എഴുതുകയായിരുന്നു സഹദ്. കടുത്ത നീല നിറത്തിലുള്ള ഷർട്ടിന്റെ ഒരു ബട്ടൺ അഴിച്ചു മാറ്റിയാണ് ചെറിയ ക്യാമറ സഹദ് ഘടിപ്പിച്ചത്. ബട്ടൺ മാറ്റിയ സ്ഥലത്ത് സേഫ്റ്റി പിൻ ഘടിപ്പിച്ചു. പുറത്തുള്ള സുഹൃത്തിന് ചോദ്യപേപ്പർ അയച്ചു കൊടുക്കാൻ ക്യാമറയ്ക്ക് നേരെ വച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി പിടികൂടിയത്. നേരത്തെ നിരീക്ഷണത്തിലുള്ള ആളായിരുന്നു സഹദ്. ഇയാൾ എഴുതിയ മറ്റു പരീക്ഷകളെക്കുറിച്ച് അന്വേഷിക്കാൻ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. 4 പരീക്ഷകളിൽ സമാനമായ രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ കള്ളൻ കക്കോടി സ്വദേശി അഖില് പോലീസിനെ കുറേ വട്ടം കറക്കിയതാണ്. കഴിഞ്ഞ ദിവസം പറമ്പിൽ ബസാറിൽ വീട് കുത്തിത്തുറന്ന് 25 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലാണ് പ്രതി ഒടുവിൽ പിടിയിലായത്. ഈ സമീപ പ്രദേശങ്ങളിൽ ഏകദേശം 14ഓളം വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായ അഖിൽ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പറമ്പിൽ ബസാറിലെ ആളൊഴിഞ്ഞ വീട്ടിൽ മോഷണം നടന്നത്. കിടപ്പുമുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിലും അലമാരയിലുമായി സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷണം പോയത്.
പറമ്പിൽ ബസാറിലെ മോഷണത്തിനു ശേഷം സ്വന്തം സ്ഥലമായ കക്കോടിയിലും അഖിൽ മോഷണ ശ്രമം നടത്തി. നാട്ടുകാർ സംഘടിച്ചതോടെ ഇയാൾ സ്കൂട്ടർ ഉപേക്ഷിച്ച് സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. പോലീസിന്റെ പരിശോധനയിൽ സ്കൂട്ടർ അഖിലിന്റേതാണെന്ന് കണ്ടെത്തി. വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടിച്ച മറ്റൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ ഇയാൾ പിടിയിലാവുകയായിരുന്നു. 14 മോഷണങ്ങൾ നടത്തിയതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സ്വർണത്തിന് വില ഉയർന്നു നിൽക്കുമ്പോൾ വലിയ അളവിലുള്ള സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. വീട്ടിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ മാറി നിൽക്കുമ്പോൾ പോലീസിനെ അറിയിക്കുകയോ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയോ വേണമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേവരമ്പലത്ത് ഡോക്ടറുടെ വീട് കുത്തിത്തുറന്ന് 40 പവനോളം ആഭരണങ്ങൾ മോഷ്ടിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ ഗായത്രിയുടെ വീട്ടിലായിരുന്നു മോഷണം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് പട്ടാമ്പി നഗരത്തിലെ ജ്വല്ലറിയിൽ ഇരുട്ടിന്റെ മറവിൽ നടന്ന കവർച്ച. പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് ജ്വല്ലറി കുത്തി തുറന്ന് സ്വർണം അപഹരിച്ചത്. ഈ കേസിലെ പ്രതിയെ കണ്ടെത്താൻ പോലീസ് സംസ്ഥാനത്തെമ്പാടും വല വിരിച്ചതാണ്. ഒടുവിൽ കവർച്ചാ സംഘം പോലീസിന്റെ വലയിലായി. തിരുവനന്തപുരം സ്വദേശി ബിനു, ചങ്ങരംകുളം സ്വദേശി റഫീഖ് എന്നിവരെ പട്ടാമ്പി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 25-നാണ് പട്ടാമ്പി നഗരത്തിലെ ജ്വല്ലറി കുത്തി തുറന്ന് സ്വർണം കവർന്നത്. തിരക്കേറിയ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിക്കുന്ന ആരാധന ജ്വല്ലറി കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ 8 പവനോളം സ്വർണം മോഷ്ടിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് തിരുവനന്തപുരം സ്വദേശി ബിനു, ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശി റഫീഖ് എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് പിടിയിലായത്. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്ക്വാഡുകൾ CCTV ദൃശ്യങ്ങളും അതിഥി തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയും ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുമാണ് പ്രതികളിലേക്ക് എത്തിയത്. ഇതിനിടെ പ്രതികളിൽ ഒരാൾ രൂപമാറ്റം വരുത്തി. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ കടകളിൽ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തു. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. ഷൊർണൂർ DYSP മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പട്ടാമ്പി CI അൻഷാദ്, SI ഉദയകുമാർ, ASI-മാരായ അബ്ദുൾ റഷീദ്, ബിജു, സ്ക്വാഡ് അംഗങ്ങളായ മിജേഷ്, റിയാസ്, സജിത്, സൺഫീർ, കമൽ, നൌഷാദ് ഖാൻ, സന്ദീപ്, മുരുകൻ, പ്രശാന്ത് തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 പട്ടാമ്പി. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ച കാറുകൾ വിൽപ്പന നടത്തിയ കേസിൽ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും. കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിലേക്ക് കാറുകൾ കടത്തിയെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് റെയ്ഡുകൾ വിപുലമാക്കുന്നത്. അതായത് ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായി കോയമ്പത്തൂർ, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ കസ്റ്റംസ് അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കും. വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലെത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇതിൽ ഭൂരിപക്ഷവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കണ്ടെത്തിയത് 39 വാഹനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ നിന്ന് കടത്തിയെന്ന് കരുതപ്പെടുന്ന വാഹനങ്ങളുടെ വിവരങ്ങളും കസ്റ്റംസ് ശേഖരിച്ചു. സംസ്ഥാനത്തിനകത്തെ പരിശോധനയ്ക്ക് പോലീസിന്റെ സഹായവും കസ്റ്റംസ് തേടിയിട്ടുണ്ട്. ഇതിനുവേണ്ടി സഹായം ആവശ്യപ്പെട്ട് ക്രമസമാധാന ചുമതലയുള്ള DGPക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് അതത് മേഖലകളിലെ കസ്റ്റംസ് യൂണിറ്റുമായി സഹകരിച്ച്
അന്വേഷണവും പരിശോധനയും നടത്താനാണ് തീരുമാനം. ഇതുവരെയും കൂടുതൽ കാറുകൾ കസ്റ്റഡിയിലെടുക്കാൻ കഴിയാത്തത് കസ്റ്റംസിന് തിരിച്ചടിയായിട്ടുണ്ട്. നടൻ ദുൽഖർ സൽമാന്റെ മുഴുവൻ വാഹനങ്ങളുടെ വിവരങ്ങളും വേഗത്തിൽ കൈമാറാനും പ്രത്യേക സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽപ്പെട്ട ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റംസിന്റെ ലിസ്റ്റ് പ്രകാരം 2 വാഹനങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. അതേസമയം കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് ദുൽഖർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വരും ദിവസം പരിഗണിക്കും. വാഹനങ്ങൾ തിരികെ കിട്ടണമെന്നും രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസിന്റെ നടപടിയെന്നുമാണ് ഹർജിയിൽ ദുൽഖർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കസ്റ്റംസിന്റെ വിശദീകരണവും തേടിയിട്ടുണ്ട്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയുടെ മൊഴി പ്രകാരം കൂടുതൽ ഇടനിലക്കാരെയും കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇയാളോട് വരും ദിവസം ഹാജരാകാനും അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്വന്തമായൊരു വീടെന്നത് നമ്മുടെ ഓരോരുത്തരും വലിയ സ്വപ്നമാണല്ലേ. എന്നാൽ ആ വീട് നഷ്ടപ്പെടുമെന്ന സാഹചര്യം ചിന്തിക്കാൻ കഴിയുമോ? ആലപ്പുഴ അരൂർ സ്വദേശി തങ്കരാജും കുടുംബവും സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണിപ്പോൾ. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ബാങ്ക് അധികൃതരുടെ നെറികെട്ട നടപടിയാണ് ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ദുർഗതിക്ക് കാരണം. മറൈൻ ഡ്രൈവിലുള്ള DCB ബാങ്കിൽ നിന്നും തങ്കരാജും കുടുംബവും 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ ഒരു വാഹന അപകടത്തിൽ തങ്കരാജിൻ്റെ ഇടതുകാൽ നഷ്ടപ്പെട്ടതോടെ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ ബാങ്ക് അധികൃതർ വീടിന് മുന്നിൽ ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുകയാണ്. ലാണ് മറൈൻ ഡ്രൈവ് DCB ബാങ്കിൽ നിന്നും തങ്കരാജ് 6 ലക്ഷം രൂപ ലോൺ എടുത്തത്. 1 ലക്ഷത്തിലധികം തിരിച്ചടയ്ക്കുകയും ചെയ്തു. 15 വർഷത്തിനുള്ളിൽ ലോൺ അടച്ചു തീർക്കണമെന്നായിരുന്നു എഗ്രിമെന്റിലുള്ളത്. അതിനിടെയാണ് വാഹനാപകടത്തിൽ തങ്കരാജിന്റെ ഇടത്തെ കാൽ നഷ്ടപ്പെടുന്നത്. പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമായി. ലോൺ അടവും മുടങ്ങി. വളരെ ബുദ്ധിമുട്ടി ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ബാങ്കിന്റെ ജപ്തി ഭീഷണിയും. ശനിയാഴ്ച വൈകിട്ട് ബാങ്ക് അധികൃതർ അരൂരിലെ വീട്ടിലെത്തി. വീടിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കയറി വീട് പൂട്ടി സീൽ ചെയ്ത് പോകുകയും ചെയ്തു. തങ്കരാജിനോടും ഭാര്യ കുസുമത്തോടും വീട് വിട്ടിറങ്ങാനും നിർദ്ദേശം നൽകി. 2 ദിവസത്തെ സാവകാശം നൽകിയാൽ കുറച്ചു പണം അടയ്ക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ബാങ്ക് അധികൃതർ സമ്മതിച്ചില്ലെന്ന് തങ്കരാജ് പറഞ്ഞു. നമ്മുടെ ഈ കാലാവധി 15 വർഷമാണ്. അപ്പം ഞങ്ങൾ ഈ 15 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അടച്ച് തീർത്തോളാം. അത് നിങ്ങൾ തോന്നിയ പോലെ അടച്ചാൽ പറ്റിയില്ല, ഇത് കറക്റ്റായിട്ട് അടക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ജീവിക്കാൻ. അപ്പോൾ അത് കാരണം ആണ് ഇത്രയും ഇതായത്. അവരൊന്നും അത് കേൾക്കാണ്ട് വന്ന് അവർ പലപ്പോഴുമായിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിച്ചു. വീട്ടിലെത്തിയ ബാങ്കിന്റെ അഭിഭാഷകനും അധികൃതരും ഭീഷണിപ്പെടുത്തിയെന്ന് ഭാര്യ കുസുമം പറഞ്ഞു. മറ്റെവിടേക്ക് പോകണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് ഇരുവരും. ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓർഡർ ഉണ്ടല്ലോ, ഇങ്ങനെ 2 ചെറിയ വേറെ കുടുംബം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒഴിപ്പിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കും വിശ്വസിച്ചാണ് നിങ്ങൾ ഇരിക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചു. അവർ പുറകുവശം പൊളിച്ചപ്പോൾ സാറെ പൊളിക്കല്ലേ ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾക്കൊരു നിർദ്ധനരാണ്, ഞങ്ങൾ പൊളിക്കല്ലേ നിങ്ങൾ പറഞ്ഞു. പൊളിച്ചവരകത്ത് കയറിയിട്ടു പറഞ്ഞു, എന്തായാലും ഞങ്ങളുടെ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ആലപ്പുഴ MP KC വേണുഗോപാൽ, മുൻ MP AM ആരിഫ്, വനിതാ കമ്മീഷൻ എന്നിവർ ബാങ്കുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവർ ഫോൺ എടുത്തില്ലെന്നാണ് കുടുംബം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കിന് പോലും വില നൽകാത്ത DCB ബാങ്കിന്റെ ഗുണ്ടായിസമാണ് ഈ വീട്ടിൽ കണ്ടതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആതിര മേനോൻ പറഞ്ഞു. നമ്മൾ 2 ദിവസത്തെ സാവകാശം ചോദിച്ചപ്പം ഇത് എൻ്റെ ഡിസ്ക്രിഷനാണ് എന്നുള്ള ഒരു ഇതിലാണ്, ഒരു മാനുഷിക പരിഗണന പോലും നൽകിയില്ല. പിന്നെ ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നതും, അതായത് നമുക്ക് ജപ്തി നടപടികൾ ഒരു വീടുള്ളവർക്ക് അല്ലെങ്കിൽ 2 സെൻറ്റ് ഭൂമിയിലുള്ളവർക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ സർഫ്രാക്സി ആക്ടിൻ്റെ പിൻബലത്തിൽ ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്നും അനുകൂല നിലപാട് ലഭിക്കാൻ കാലതാമസമുണ്ടായാൽ വീട്ടിൽ നിന്നും ബാങ്ക് അധികൃതർ ഇറക്കി വിടുമോ എന്ന ഭയത്തിലാണ് ഈ വയോധികർ.
ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ന്യൂസ് 18 മനോരമ ന്യൂസ് മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോൺഗ്രസ് അനുകൂല സൈബർ പോരാളി നിസാർ കുമ്പളയ്ക്കെതിരെ നൽകിയ പരാതിയുടെ അന്വേഷണ ചുമതല സൈബർ ഓപ്പറേഷൻസ് SP അങ്കിത് അശോകിന് കൈമാറി. അധിക്ഷേപ പോസ്റ്റിന് പുറമെ അശ്ലീല കമന്റുകൾ ഇട്ടവരെക്കുറിച്ചും സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോവളം കല്ലിയൂരിൽ ഓട്ടോ ഡ്രൈവറെ കിണറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കാമൂല സ്വദേശി രാജനാണ് മരിച്ചത്. കൊല്ലം ജില്ലയിൽ നിന്ന് നാടുകടത്തിയ പ്രതി കാപ്പ നിയമം ലംഘിച്ചതിന് അറസ്റ്റിലായി. ചാത്തൂർ കാരംകോട് സ്വദേശി സനൂജാണ് അറസ്റ്റിലായത്. മലപ്പുറം നിലമ്പൂരിൽ 13-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ 55-കാരന് 41 വർഷം കഠിന തടവും 49,000 രൂപ പിഴയും ശിക്ഷ. പുള്ളിപ്പാടം കൊളപ്പാടൻ അക്ബറിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ KSRTC ബസ് യാത്രക്കാരനിൽ നിന്ന് 211 ഗ്രാം മെത്താഫെറ്റമിൻ പിടികൂടി. തൃശൂർ മണത്തല സ്വദേശി ഷമീറിനെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നടക്കാവിൽ 17-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. നടക്കാവ് സ്വദേശി ശശിധരൻ ഷേണായിയാണ് പിടിയിലായത്. കോഴിക്കോട് ബീച്ചിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ലൈറ്റ് ഹൌസിന് സമീപത്തെ കെട്ടിടത്തിൽ കയറിയ യുവാവിനെ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് താഴെയിറക്കിയത്. സമയം രാത്രി 11:30. പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ഒരു യുവാവിന്റെ ഫോൺ വിളി. എൻ്റെ ജീവിതം അടുത്തു, ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ആലപ്പുഴ മാരാരിക്കുളം സ്വദേശിയായ യുവാവാണ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിയിച്ചത്. ഇതോടെ കൺട്രോൾ റൂമിൽ നിന്നും അർത്തുങ്കൽ പോലീസിന് നിർദ്ദേശം ലഭിച്ചു. അർത്തുങ്കൽ പോലീസ് യുവാവിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. ഒടുവിൽ യുവാവിനെ തിരഞ്ഞിറങ്ങിയ പോലീസ് എത്തിയത് മാരാരിക്കുളം ബീച്ചിലാണ്. അവിടെ കണ്ട കാഴ്ച, ആ ചെറുപ്പക്കാരൻ കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇതോടെ പോലീസുകാരുടെ ഇടപെടൽ, അനിയ കടുങ്കൈ ചെയ്യരുത്, ഞങ്ങളെ സഹോദരങ്ങളെപ്പോലെ കണ്ട് നീ ജീവിതത്തിലേക്ക് തിരികെ വരണം. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കരം പിടിച്ച് കയറ്റി. എന്നു മാത്രമല്ല, കുറേ നേരം അവനോട് സംസാരിച്ചു, അവൻ്റെ പ്രശ്നങ്ങൾ കേട്ടു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകി ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു. അർത്തുങ്കൽ സ്റ്റേഷനിലെ പോലീസുകാരായ നസീറിൻ്റെയും ശ്രീവിദ്യയുടെയും ശ്യാംലാലിൻ്റെയും ഇടപെടൽ മാതൃകാപരമാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.